ഈ വർഷത്തെ ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. 4 സ്ഥാനങ്ങൾ സ്വന്തമാക്കാൻ വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണ മുന്നണികൾ കാഴ്ചവെക്കുന്നത്. രാവിലെ 8:30 മുതൽ 1 മണി വരെ മോർണിംഗ് ബാച്ചുകൾക്കും വൈകിട്ട് 3 മുതൽ 7:30 വരെ ഈവനിംഗ് ബാച്ചുകൾക്കും വോട്ടുകൾ രേഖപ്പെടുത്താം. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി എന്നിങ്ങനെ 4 പോസ്റ്റുകൾ. മത്സരരംഗത്ത് 20 സ്ഥാനാർത്ഥികൾ. മുന്നണികളുടെ ഭാഗമായും അല്ലാതെയും 9 എൻട്രികളുമായി പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് തീപാറുന്ന പോരാട്ടം. 2 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ വോട്ട് ചെയ്യാൻ അർഹരായിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 4, ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് 5 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട്. ഹോസ്റ്റലുകളുടെ അപര്യാപ്തത, ഫീസ് വർധനവ്, സ്ത്രീ സുരക്ഷ, പുതിയ വിദ്യാഭ്യാസ നയം എന്നിവയൊക്കെയാണ് തിരഞ്ഞെടുപ്പിൽ ചർച്ചയായ പ്രധാന വിഷയങ്ങൾ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ പല നിയന്ത്രണങ്ങളും പ്രചാരണ രംഗത്തുണ്ടായി. എന്നാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ മുന്നണികൾക്കായി എന്ന് ഓരോരുത്തരും വിശ്വസിക്കുന്നു. ലാസ്റ്റ് ടൈം കുറേ ബാനേഴ്സൊക്കെ വെച്ചുകൊണ്ട് കോർട്ട് കേസായിരുന്നു. അപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് വരാൻ ലേറ്റ് ആയിരുന്നു. ഇപ്രാവശ്യം കുറച്ച് റൂൾസൊക്കെ വന്നു, ബാനേഴ്സൊക്കെ വെച്ചുവിടുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബാനേഴ്സ് കുറവാണ്, പക്ഷേ കാർസും എല്ലാം ഉണ്ട് ഇപ്പോഴും. SFI ഇത്തവണ ഐസയ്ക്കൊപ്പമാണ് മത്സരരംഗത്ത് ഇറങ്ങുന്നത്. 2 കൂട്ടരും 2 വീതം സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു. The Delhi University students sees SFI, which is the largest growing organization right now in DU, as the next best alternative. They are fed up of the money muscle politics that ABVP and NSUI puts up. 4 സ്ഥാനങ്ങളും പിടിച്ചെടുക്കുമെന്നാണ് NSUI പ്രതീക്ഷിക്കുന്നത്. അടിത്തട്ടിലുള്ള പൾസ് നോക്കിയിട്ടാണ് ഈ 4 കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്തത്. 4 ഷോട്ട് ഷുവർ വിന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 2 സീറ്റ് ഉണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യം ഉണ്ടായ മാൻ പവറും കാര്യങ്ങളും മസിൽ പവറിലാണ്, മണി പവറിലാണ് ഡിസു അറിയപ്പെട്ടിരുന്നത്. ആ ഒരു സംഭവം ഇപ്രാവശ്യം വളരെ കുറവായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തിനാണെങ്കിലും കൂടുതൽ പ്രതീക്ഷ ഇപ്രാവശ്യം ഉണ്ട്. പ്രസിഡന്റ് കാൻഡിഡേറ്റ് എന്തായാലും നമുക്ക് കിട്ടുന്നുള്ള ശുഭ പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി പോസ്റ്റുകൾ തിരിച്ചു പിടിക്കാൻ ABVPയും ശ്രമിക്കുന്നു. ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പ് ഓരോ വർഷവും രാജ്യശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട്. ABVPയും NSUIയും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. വിജയം ഏത് പക്ഷത്ത് എന്ന് നിശ്ചയിക്കാൻ ഇടത് വിദ്യാർത്ഥി സംഘടനയും വളരെ നിർണായകമായ ഒരു റോള് നിർവഹിക്കുന്നു. നാളെ രാത്രി അറിയാം ആരൊക്കെയാണ് പുതിയ പ്രതിനിധികൾ എന്ന കാര്യം. ഡൽഹി സർവകലാശാലയിൽ നിന്നും ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.